ഫ്രണ്ട് വ്യൂവിൻ്റെ രണ്ട് തരത്തിലുള്ള വ്യൂസാണ് കാണുന്നത്. ഒന്ന് ലോങ് ഡിസ്റ്റൻസിലുള്ളതും ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ്. ഇതിപ്പം 3D ആണ് കാണുന്നത്. നമ്മൾ ഇന്ന് 3D 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഹോണ്ട BRV കാറിലാണ്. ഹോണ്ട BRV കോമ്പാക്ട് SUV കാറിലാണ് നമ്മൾ 3D 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. MaazBeatzൻ്റെ 232 മോഡല് ഇൻബിൽട്ടായിട്ട് 360 വരുന്ന സ്റ്റീരിയോയിലാണ് നമ്മൾ ഇതിന് 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എല്ലാ കാറിനും വരുന്നോട്ട് തന്നെ 4 ക്യാമറാസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ലോഗോയുടെ അടിയിലായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് ക്യാമറ. ലെഫ്റ്റ് ക്യാമറ ലെഫ്റ്റ് മിററിൻ്റെ അടി വരുന്നുണ്ട്. റിയർ ക്യാമറ ജസ്റ്റ് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ട് റിയർ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ റൈറ്റ് ക്യാമറയും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ. ഇത് ഹോണ്ടയുടെ BRV ആണ്. ഹോണ്ട BRVയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഹോണ്ട അമേസ്, ഹോണ്ട ജാസ്, ഹോണ്ട സിറ്റി, പുതിയ ഹോണ്ട സിറ്റി, പഴയ ഹോണ്ട സിറ്റി, ഹോണ്ട അക്കോഡ്, ഇതിനെല്ലാം നമുക്ക് 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഹോണ്ടയുടെ എല്ലാ വണ്ടിക്കും നമുക്ക് 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇനിയും വരുന്ന വീഡിയോകൾ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഹോണ്ട BRVയിൽ MaazBeatzൻ്റെ 232 3D 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് ഇപ്പോൾ ഈ വണ്ടി കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് കിടക്കുവാണ്. കാലിബ്രേഷൻ ക്ലോത്ത് എല്ലാം ഇട്ട് ഫുൾ കാലിബ്രേഷൻ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. ഇനി നമുക്ക് അകത്ത് കയറി നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ വ്യൂസ്, ഇൻറ്റേർണൽ എങ്ങനെയാണ് വ്യൂ വരുന്നതെന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഹോണ്ട BRVയുടെ അകത്ത് ഇൻറ്റേർണലായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. 3D വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MaazBeatzൻ്റെ ഇൻബിൽട്ട് 360 ക്യാമറ ഉള്ള സ്റ്റീരിയോയിൽ 3D വ്യൂ ആണ് കാണുന്നത്. ഹോണ്ട BRVക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കിപ്പം കാണാം. ആ ഫ്രെയിം, ഡാഷ്ബോർഡിലെ ഫ്രെയിം, ഡീറ്റെയിൽ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ക വ്യൂ ആണ്. ക്യാമറ എല്ലാം നല്ല ക്ലാരിറ്റി തന്നെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിനി മുമ്പോട്ടൊരു ട്രയൽ റണ്ണിന് പോവാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹോണ്ട BRVയിൽ 232 MaazBeatzൻ്റെ 3D 360 ഡിഗ്രി ക്യാമറ ഇൻബിൽട്ടായിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ച് കഴിഞ്ഞുള്ള ഒരു റണ്ണിങ് വ്യൂ ആണ് കാണുന്നത്. നമ്മൾ കാറ് ഓടിച്ച് നോക്കുകയാണ്. ഇത് ഹോണ്ട BRVക്കാണ് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നമുക്ക് ഡ്രോൺ വ്യൂ കാണാം, റൈറ്റ് സൈഡിൽ നമുക്കൊരു സിംഗിൾ വ്യൂ കാണാം. ഫ്രണ്ട് വ്യൂ ആണോ ഇങ്ങനെ ഡബിൾ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഫ്രണ്ട് വ്യൂവിൻ്റെ രണ്ട് തരത്തിലുള്ള വ്യൂസാണ് കാണുന്നത്. ഒന്ന് ലോങ് ഡിസ്റ്റൻസിലുള്ളതും ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ്. ഇതിപ്പം 3D ആണ് കാണുന്നത്. അതായത് സാറ്റലൈറ്റിൽ നിന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ ഡ്രോൺ വെച്ച് കാണുന്ന പോലെ ടോപ്പിൽ നിന്ന് വരുന്നത്. ഇതിപ്പം ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്, നിയറസ്റ്റ് ആയിട്ടുള്ളത്. ഇതിപ്പം ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൻ്റെ 3D വ്യൂ ആണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൻ്റെ സിംഗിൾ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൻ്റെ 3D വ്യൂ. ഇതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൻ്റെ 3D വ്യൂ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൻ്റെ സിംഗിൾ വ്യൂ, അതായത് നമുക്കിപ്പോൾ തൊട്ട് നമ്മുടെ ടയർ ഓടുന്ന ടയറിൻ്റെ ഇതിനകത്ത് കാണാൻ പറ്റും. ടയർ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ടയറിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്, അപ്പം വണ്ടി ചേർത്ത് നിർത്തുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വ്യൂ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വ്യൂ ഒരുമിച്ചാണ്. ഒരു സൈഡിൽ റൈറ്റ് വ്യൂ, മറ്റേ സൈഡിൽ ലെഫ്റ്റ് വ്യൂ. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡ്രോൺ വ്യൂ. ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുകയാണ്. റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് കാണാം റൈറ്റ് സൈഡ് വ്യൂ കാണാം. നമ്മുടെ റൈറ്റ് സൈഡിലെ ഫ്രണ്ട് ടയർ കറക്റ്റായിട്ട് തിരിഞ്ഞ് കയറുന്നത് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ഇൻറ്റേർണലായിട്ട് ഇതിങ്ങനെ കാണാൻ പറ്റും. സ്ക്രീനകത്ത് തന്നെ കാണാൻ പറ്റും. അപ്പം
അത് കാണുമ്പോൾ GPS കണക്ട് ആയതുകൊണ്ട് സ്പീഡ് ഇങ്ങനെ സ്റ്റീരിയോ മാറുന്നതാണ്. അതൊക്കെ സ്റ്റീരിയോയുടെ ഒരു ഫീച്ചറാണ്. GPS-ലെ സ്പീഡ് നമുക്കിത് കാണിക്കും. ഇത് നമുക്ക് വലുതാക്കാം. തൊട്ട് കഴിഞ്ഞാൽ ഓരോ വ്യൂ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യൂ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് എൻലാർജ് ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കും. ജസ്റ്റ് നമ്മളിപ്പം സ്റ്റീൽ മോഡിൽ ഒരു ഇൻഡിക്കേറ്റർ ഇടാം ലെഫ്റ്റിലോട്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി 360 വ്യൂ ഓൺ ആയിട്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ വന്നിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂവും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡ്രോൺ വ്യൂ ആണ് വരുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്യൂ കണ്ടിന്യൂ ചെയ്ത് ഇപ്പം റൈറ്റ് ഇൻഡിക്കേറ്റർ വീണ്ടും ഇട്ടു. ഇപ്പം റൈറ്റ് സൈഡ് വ്യൂ കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ മാറ്റി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് സ്റ്റില്ലായിട്ട് നിന്നിട്ട് അതങ്ങ് മാറി വരും. നമുക്കതിൻ്റെ ടൈം കൂട്ടിയും കുറച്ച് നോക്കിയോടെ എത്ര നേരം നിൽക്കണമെന്നൊക്കെ കാണിച്ചോണ്ട് ഇപ്പോൾ നമുക്ക് 3D വ്യൂ ഇടാൻ പറ്റും. വണ്ടി ഓടുന്ന ഇടയിൽ തന്നെ നമുക്ക് 3D വ്യൂ ഇടാം. ഇപ്പം നമുക്ക് കാണാം റോഡിലെ 2 ലൈനും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഫുൾ സ്ക്രീനായാലും നമ്മൾ 3D വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. 232 സ്റ്റീരിയോയ്ക്ക് നമ്മുടെ അൾട്രാ HD ക്യാമറ തന്നെയാണ് വരുന്നത്. സോണി ലെൻസുള്ള ക്യാമറ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് MaazBeatzന്റെ 232 സ്റ്റീരിയോയിലാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഫ്രണ്ട് വ്യൂയുടെ ഫുൾ വ്യൂ ആണ് വരുന്നത്. ഫ്രണ്ടിൻ്റെ ഫുൾ വ്യൂ. ഒത്തിരി ഫങ്ഷനാലിറ്റി ഉണ്ട്. നമുക്ക് ഫ്രണ്ട് ഫുൾ വ്യൂ ഇടാൻ പറ്റും, റിയർ ഫുൾ വ്യൂ ഇടാൻ പറ്റും, പിന്നെ ഇത് മുമ്പേ കണ്ടുകൂട്ടാണ് ഡ്രോൺ വ്യൂ ഇടാൻ പറ്റും. ഇതെല്ലാം ഇടാൻ പറ്റും. ഇതിപ്പോൾ റിയറിൻ്റെ ഫുൾ വ്യൂ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കാണാൻ പറ്റും. നല്ല പക്ക ക്ലാരിറ്റിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ റിയർ വ്യൂ ആണ്. റിയർ വ്യൂവിൻ്റെ ഫുൾ സ്ക്രീൻ ഇട്ടേക്കുവാണ്. അതിൻ്റെ ക്ലാരിറ്റി കാണാൻ പറ്റും. പക്ക ക്ലാരിറ്റിയാണ്. ഇതിപ്പം ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിൻ്റെ ഫുൾ സ്ക്രീൻ ഇട്ടേക്കുവാണ്.